BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. AC നന്നാക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഓഫീസിനകത്താണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. പഴയ ACക്കകത്ത് ഗ്യാസ് റീഫിൽ ചെയ്തപ്പോൾ ഉണ്ടായ അപകടമാണെന്ന് വിശദീകരണവുമായി മുൻ സ്പോർട്സ് ഡയറക്ടർ നജിമുദ്ദീൻ. ഒഴിവായത് വൻ ദുരന്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഓഫീസിനെ അപ്പുറത്തേക്ക് താൽക്കാലികം മാറ്റിയതിന് ശേഷം ഇവിടെ റെനോവേഷൻസ് വർക്ക് ആരംഭിക്കുകയും ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇങ്ങോട്ട് മാറുകയും ചെയ്തത്. ആ സമയത്ത് എൻ്റെ കൂളിംഗ് കുറവാണെന്ന് പറഞ്ഞ് റിപ്പയർമെൻറ്റിന് വേണ്ടി അവരെ അറിയിക്കും. SKF ആണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പണി കഴിച്ച് പൂർത്തീകരിച്ച് പോയതിനു ശേഷമാണ് ഈ കൂളിംഗ് കുറവായതപ്പോൾ അവരറിയിക്കുകയും അവരിവിടെ വരികയും ഈ പണി ചെയ്യുമ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായ ഒരു പൊട്ടിത്തെറിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പഴയ AC ആണ്. ഈ പഴയ ACക്കകത്ത് റീഫിൽ ചെയ്തപ്പോൾ ഉണ്ടായ ഈ ഗ്യാസ് റീഫിൽ ചെയ്തപ്പോൾ ഉണ്ടായ അപകടമാണ് ഇപ്പോൾ ഉണ്ടായത്. 1, 2, 3 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടും സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികളെല്ലാം ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പാരൻസ് ഉൾപ്പെടെ വരേണ്ട കുട്ടികളാണ്. ആ സമയത്ത് വളരെ ഗുരുതരമായ അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് 2 ടെക്നീഷ്യൻസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവർക്ക് വേണ്ട അടിയന്തരമായ ആശുപത്രി സഹായം സ്പോർട്സ് കൗൺസിൽ തലത്തിലും സർക്കാർ തലത്തിലും അടിയന്തരമായി എത്തിക്കുന്നതോടൊപ്പം തന്നെ ഇതിനു വേണ്ട ഒരു അന്വേഷണം, ഇതെങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിക്കാനുള്ള കാരണമെന്ന് ഇലക്ട്രിക്കൽ തലത്തിലും സ്പോർട്സ് കൗൺസിൽ തലത്തിലും ഉടനടി ആ അന്വേഷണവും ആവശ്യപ്പെടുകയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.